ജീവന് ഭീഷണി വന്നാലും ഇനി പിന്നോട്ട് പോകില്ല. ഇല്ലല്ല, ജീവനും ഭീഷണി അല്ലെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജീവൻ എപ്പോഴും ഭീഷണി ഉണ്ട്. ആരിൽ നിന്ന്? അതാരും ആവാം. അതെനിക്ക് ഇൻസൈഡ് റിപ്പോർട്ട് എനിക്കറിയാം. അല്ല, സിനിമ റിവ്യൂ ചെയ്തുകൊണ്ട് മാത്രം വന്ന ശത്രുക്കള്? അതെ അതെ അതെ. അല്ലാതെ ഞാൻ എന്താ പറഞ്ഞു ചെയ്തേ? അല്ല, എനിക്ക് ശത്രു ഒരു സിനിമ റിവ്യൂ ചെയ്തു, അശ്വന്ത് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു സിനിമ ഫ്ലോപ്പ് ആവോ? അല്ല, അവർക്ക് പേഴ്സണൽ റിലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയുന്ന രീതി കൊണ്ടായിരിക്കാം. മനസ്സിലായോ? ചെറിയ ആൾക്കാർ അവർക്ക് തോന്നുമായിരിക്കും ഞാൻ കാരണമാണ് അവരുടെ കരിയർ മോശമായതെന്നോ നശിച്ചതെന്നോ ഒരാൾക്ക് തോന്നി വ്യക്തിപരമായി വെഞ്ചൻസ് ഉണ്ടാവാനോ. കാരണം ഇത് ഒരു മനുഷ്യനെ 100 മനുഷ്യന്മാരിലല്ലോ ഞാൻ ഡീൽ ചെയ്യുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 100-300 ആൾക്കാരായി. അങ്ങനത്തെ 100 കണക്കിന് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന് തോന്നിയാൽ പോരെ? അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഉണ്ടാക്കിയാൽ പോരെ? ഇവരത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. മനസ്സിലായോ? അപ്പോൾ അവർക്ക് പൈസയുണ്ട്, പവറുണ്ട്, ഇതൊക്കെ ഉള്ളിലുണ്ട്. ഉണ്ട്. പക്ഷെ അത് കഴിച്ച് പേടിച്ചിട്ട് ജീവിക്കണല്ലോ കേട്ടോ. അങ്ങനെ വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നിർത്തുന്നില്ല. എനിക്ക് ഓൾറെഡി വേറെ ജോലിയുണ്ട്. ഇപ്പം ലീവാണ്. ലീവിലാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ജോലിയുണ്ട്.